നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ 100% കൊടുത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും തിരിച്ച് നമ്മളെയും ആഗ്രഹിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്മോൾ ബിസിനസ് തുടങ്ങി വെച്ചത്. ഇപ്പോൾ എൻ്റെ ബിസിനസ്, എൻ്റെ പ്രായം പറയുകയാണെങ്കിൽ എൻ്റെ മോന് 4 വയസ്സ്, എൻ്റെ ബിസിനസ്സിന് 3 വയസ്സ്. മോൻ ജനിച്ച് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് അവന് വേണ്ടിയിട്ട് പ്രൊഡക്ട്സ് വാങ്ങി അതൊക്കെ യൂസ് ചെയ്തും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആയുള്ള പ്രൊഡക്ട്സും ഐറ്റംസൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത്. പിന്നെ ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് ഐഡിയ മോൻ ജനിച്ചതിന് ശേഷമാണ് കിട്ടിയത്. അതായത് നമ്മളിപ്പോൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ക്യാരിയിങ് ആയിരുന്ന ടൈമിൽ കോവിഡ് ടൈമായിരുന്നു. ആ ടൈമിൽ നമുക്ക് അങ്ങനെ അധികം പുറത്തേക്കൊന്നും പോയി വാങ്ങാൻ പറ്റില്ല. അത് ഒരു റീസൺ. അതല്ലാതെ നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല പ്രിൻറ്റും കാര്യങ്ങളൊക്കെയുള്ള സ്വാഡൽസും സ്ലീപ്പിംഗ് സ്യൂട്ടും ഒക്കെ നമ്മൾ നമ്മുടെ അടുത്തുള്ള ലോക്കൽ കടകളിൽ പോയപ്പോൾ അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല. ഞാൻ കൂടുതലും ഓൺലൈനായിട്ടാണ് പ്രോഡക്റ്റ്സ് വാങ്ങിയത്. കാരണം എനിക്ക് അതൊക്കെ വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിയത്. അപ്പോഴാണ് എനിക്കും അങ്ങനൊരു ഐഡിയ തോന്നിയത്. ഓഫ് കോഴ്സ് നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്ന ഈ പ്രോഡക്റ്റ്സൊക്കെ, ഷോപ്പിൽ കിട്ടാത്ത പ്രോഡക്റ്റ്സൊക്കെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ബിസിനസ് ജേർണീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രൊഡക്ട്സിൻ്റെ യൂസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ എനിക്കറിയാം. അതല്ലാതെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹോൾസെയിൽ ഷോപ്പുകൾ, ബാക്കി മെറ്റീരിയൽസൊക്കെ എവിടെ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. ആദ്യം ഞാൻ ചെയ്തത് ഗൂഗിൾ ചെയ്തു. കാരണം നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ പല അഭിപ്രായം വരും, നെഗറ്റീവ്സ് വരും. അതുകൊണ്ട് ഞാൻ ആരോടും ചോദിച്ചില്ല അഭിപ്രായം. ഞാൻ ഗൂഗിൾ ചെയ്തു. കുറേ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു ഷോപ്പിൻ്റെ കാര്യങ്ങൾ ഒക്കെ എവിടേക്കാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി അവിടേക്ക് നേരിട്ട് പോയി ബാക്കി പ്രൈസും കാര്യങ്ങളൊക്കെ നേരിട്ട് ചെന്ന് മനസ്സിലാക്കിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്തത്. സോ നിങ്ങളും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ആരെങ്കിലും ഇതുപോലെ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങുക. ആ വഴിയൊക്കെ മുന്നേ തെളിഞ്ഞോളും. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഓഫ് കോഴ്സ് അതിന് വേണ്ടിയിട്ട് ഇറങ്ങി അതിലെ ശരികളും തെറ്റുകളൊക്കെ മനസ്സിലാക്കി നമ്മൾ തന്നെയാണ് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇറങ്ങി അതിലെ ശരിയും തെറ്റും അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ല ക്ഷമ വേണം. അതായത് തുടങ്ങി വെച്ച അപ്പോൾ തന്നെയൊന്നും നമുക്ക് ഓർഡേഴ്സൊന്നും കിട്ടില്ല. എനിക്ക് ആദ്യത്തെ 3 മാസത്തേക്ക് കാര്യമായിട്ടൊന്നല്ല, എനിക്ക് ആദ്യത്തെ 3 മാസത്തേക്ക് ഒരു ഓർഡർ പോലും കിട്ടിയിരുന്നില്ല. ആൻഡ് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ചെറിയൊരു ബഡ്ജറ്റിലാണ് ഈ ബിസിനസ് തുടങ്ങി വെച്ചത്. വെറും 5000 രൂപ ബഡ്ജറ്റിലാണ് ഞാൻ ബിസിനസ് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷനല്ല, എനിക്ക് ടെൻഷനേ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ്. അധികം ബൾക്കായിട്ട് പ്രോഡക്ട്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കും ഒരു ബേബി ഉണ്ടല്ലോ, ഈ ഐറ്റംസൊക്കെ അവന് തന്നെ യൂസ് ചെയ്യാം എന്നൊക്കെ ആയിരുന്നു മൈൻഡിൽ. ഇത് ഓർഡേഴ്സൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അതെൻ്റെ പേഴ്സണൽ ചാനലിൽ. ആ ഒരു വീഡിയോ നല്ല രീതിയിൽ വ്യൂസ് കിട്ടി. അതിന് ശേഷമാണ് ഓർഡേഴ്സൊക്കെ കിട്ടി തുടങ്ങിയത്. സോ ആ ഒരു വീഡിയോ ആണ് എൻ്റെ ബിസിനസ്സിൻ്റെ എന്താ പറയുക ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയാം. ആ വീഡിയോ വഴി, ആ ഒരു ഷോർട്ട് വീഡിയോ വഴിയാണ് എനിക്ക് ഓർഡേഴ്സൊക്കെ കിട്ടി തുടങ്ങിയത്. പിന്നെ ഓരോ മന്ത് ബൈ മന്ത് അല്ലെങ്കിൽ ഡേ ബൈ ഡേ മുന്നോട്ടാണ് വന്നിട്ടുള്ളത്. അതിന് ശേഷം കുറച്ച് നാളിന് ശേഷമാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം
തുടങ്ങിയത്. ആദ്യം ഞാൻ യൂട്യൂബിലാണ് വീഡിയോ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ആണ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയത്. ഇൻസ്റ്റാഗ്രാമിലും ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യമൊന്നും വലിയ റെസ്പോൺസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് യൂട്യൂബ് വഴി വരുന്ന എൻക്വയറി വരുന്നവരോടൊക്കെ ഞാൻ പറയും, എൻ്റെ ഇൻസ്റ്റാ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം എന്നൊക്കെ പറയും. പിന്നെ 2 കൊളാബറേഷൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് എനിക്ക് ഇൻസ്റ്റ ഓർഡേഴ്സ് കിട്ടി തുടങ്ങിയത്. ദെൻ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ് ഡൗൺ ആവാനുള്ള കാരണം, നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. നമ്മൾ ഡെയിലി നമ്മുടെ ഡിജിറ്റൽ പ്രസൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് തിരിച്ച് പിടിക്കാൻ വലിയ പാടാണ്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ സ്റ്റേജ്. ഞാനൊരു കോഴ്സിന് ചേർന്ന് അതിന് ശേഷം ജോലിക്ക് കയറി, ഒപ്പം ബിസിനസ്സും കൊണ്ടുപോവാം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഈ കൺസിസ്റ്റൻസി അവിടെ നഷ്ടപ്പെട്ടു പോയി. അതോടുകൂടി വ്യൂസ് കുറഞ്ഞു, ഓർഡേഴ്സ് കുറഞ്ഞു. ഇപ്പം കാര്യമായിട്ട് ഓർഡേഴ്സൊന്നുമില്ല. ഇപ്പം ഞാൻ വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, ബിസിനസ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ട്രാക്കിലേക്ക് വരാൻ നല്ല പാടാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരമായിരിക്കും. ആൻഡ് നിങ്ങളൊക്കെ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഓൾ ദി ബെസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയാൽ ഓഫ് കോഴ്സ് റിസൾട്ട് കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.